ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡും വെള്ളക്കടലയും ചേർത്തുകൊണ്ടൊരു ഗുലാബ് ജാമുനാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വെള്ളക്കടല നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ വേവിച്ച കടലയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെള്ളക്കടലയുടെ തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇതിപ്പോൾ വേവിച്ച് തൊലി മാറ്റിയ കടലയാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് മിക്സിയിലിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം. പാല് യൂസ് ചെയ്യണമെങ്കിൽ അതുപോലും യൂസ് ചെയ്യാം. കടലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ബ്രെഡൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്കിനി ഈ വേവിച്ച കടല ഈ ബ്രെഡ് പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നത് പോലെ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ വേവിച്ച കടലയും ബ്രെഡ് പൊടിയും ചേർത്ത് തയ്യാറാക്കിയ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ബോൾസായിട്ട് എടുക്കണം. നമ്മുടെ ബ്രെഡ് ബോൾസൊക്കെ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ബോൾസൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. ബോൾസ് എല്ലാം ഇപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 4-5 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാര എടുത്ത കപ്പിൽ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് എടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. സിറപ്പൊക്കെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കളർ കൂടി ചേർത്ത് കൊടുക്കാം. സിറപ്പിലിപ്പോൾ ഞാൻ 2-3 തുള്ളി ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പം ചൂടോടുകൂടി തന്നെ നമ്മുടെ ബോൾസൊക്കെ ഇതിലിട്ട് കൊടുക്കാം. ബ്രെഡും കടലയും ചേർത്തുള്ള ഗുലാബ് ജാമുൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.